നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടിലാണെങ്കിലും എനിക്ക് വിഷ്ണുവേട്ടന് നല്ലൊരു ജീവിതമുണ്ട്. സന്തോഷമായിട്ടാ ഞങ്ങൾ ജീവിക്കുന്നത്. ഇവക്ക് അത് കണ്ടിട്ടുള്ള അസൂയ. ഞാനും വിഷ്ണുവേട്ടനും തമ്മിലുള്ള കല്യാണം യാദൃശ്യമായിട്ട് സംഭവിച്ചതാ. എന്നാലും ഇപ്പൊ പരസ്പരം പ്രാണനെ പോലെ സ്നേഹിച്ചാ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അല്ല, കല്യാണത്തിന് മുമ്പ് മുടിഞ്ഞ പ്രേമമായിരുന്നല്ലോ രാജീവ് സാറും ശാരികച്ചിയും തമ്മില്. ആരും രാജീവ് സാറിനെ നിർബന്ധിച്ച് കെട്ടിവെച്ചതൊന്നും അല്ലല്ലോ ശാരികച്ചിയുടെ തലയില്. സ്വന്തമായിട്ട് അങ്ങ് തലയിലെടുത്ത് വെച്ചതല്ലേ. അപ്പോഴേ അതിലെന്ത് കുഴപ്പം വന്നാലും സ്വയം അങ്ങ് അനുഭവിച്ചോണം. അല്ലാതെ അതും കെട്ടി വലിച്ചോണ്ട് ഈ വീട്ടിൽ വരണ്ട. അതെന്താടി, നിനക്ക് ഈ വീട് ആരെങ്കിലും തീരെ എഴുതി തന്നിട്ടുണ്ടോ? ശാരികച്ചിക്കും ആരും തീരെ എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ ഈ വീട്. ഞങ്ങൾക്കുള്ള അതേ അവകാശം തന്നെയാ ശാരികച്ചിക്കും ഉള്ളത്. ആ അവകാശം ഉണ്ടല്ലോ. ആ അവകാശത്തിലാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. നാണമില്ലേ ചേച്ചി കെട്ടിച്ചു വിട്ടിട്ട് അമ്മയുടെ കഴുത്തിൽ ഇങ്ങനെ തൂങ്ങാനായിട്ട്? അതെ, എന്റെ കല്യാണം ശാരികച്ചിയുടെ കല്യാണത്തിന് മുമ്പേ കഴിഞ്ഞതാ. എന്നിട്ട് ഇതുവരെ ഒരാഴ്ച പോലും ഞാൻ തികച്ചിവിടെ നിന്നിട്ടില്ല. കെട്ടിച്ചു വിട്ട പെൺമക്കൾ ഇങ്ങനെ അമ്മമാർക്കൊരു ഭാരമായിട്ട് നടക്കരുത്. സ്ത്രീധനം ചോദിച്ചും ഷെയർ ചോദിച്ചും ഒക്കെ ചേച്ചി ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി. ഇത് ശാരികച്ചിയുടെ ഉള്ളിൽ തന്നെയുള്ള എന്തോ കോംപ്ലക്സാ. മുമ്പ് രാജീവ് സാറിന്റെ അമ്മയും അമ്മാവനും ആയിരുന്നു പ്രശ്നം. അതൊഴിവായപ്പോ ഓരോ മുട്ടപ്പോക്ക് പറഞ്ഞ് ചേച്ചി ഇവിടെ ഒട്ടിപ്പേറ് തുടങ്ങി. നല്ല ഒന്നാം തരം ജോലിയുള്ള രാജീവ് സാർ ഇപ്പൊ മുഴുക്കുടിയനായി. ഹോ, ചേച്ചിയെ കൊണ്ട് ഇത്ര സാധിച്ചല്ലോ, സന്തോഷം. അല്ല, ചേച്ചി ശരിക്കും രാജീവ് സാറിനെ ഒരു ആണല്ലെന്ന് പറഞ്ഞല്ലേ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെ? എനിക്കിപ്പോ തോന്നുന്നതേ പ്രശ്നം ചേച്ചിക്കാണല്ലോ. എന്ത് പറഞ്ഞടി നീ? മക്കളെ വിട്. എല്ലാവർക്കും നേരെയുള്ള കൈവീശലേ ശാലിനിക്ക് നേരെ വേണ്ട. രാജീവ് സാറോ ആ സാറിന്റെ പാവ അമ്മയോ അല്ല ഞാൻ. ന്യായോ ഇല്ലാത്ത കാര്യത്തിനാണ് തല്ലുന്നെങ്കിലേ ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. കൈ പിടിച്ച് ഒടിച്ചു കളയും ശാലിനി. ശാലിനി കൈ വിടടി. അറിയാലോ എന്റെ വിഷ്ണുവേട്ടനെ, അധികം കളി വേണ്ട. ഞാൻ ഇറങ്ങാം അമ്മേ. മോളെ, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂടി. ഇവളുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാ ഞാൻ. കിട്ടി ബോധിച്ചു, തൃപ്തിയായി. ശാലിനി നിക്ക് മോളെ. എടി നിക്കാൻ ശാലിനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.